ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഗണിതമാണ് അല്ലേ, മാത്സിൻ്റെ പരീക്ഷയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, മാത്സിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം കക്ക പെറുക്കാം കൂട്ടങ്ങളാക്കാം എന്നുള്ളതാണ്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. ഇവിടെ മീനു, നിത്യ, ശരത്ത്, ആമിന, സെബീന ഇത്രയും പേര് കക്ക പെറുക്കാൻ പോയിട്ട് അവർക്ക് കിട്ടിയത് ഓരോന്നിനെയും കൂട്ടങ്ങളാക്കിയതാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കൂ, ആരാണ് കൂട്ടങ്ങളാക്കിയിട്ടുള്ളത്? ആദ്യത്തേത് മീനു ആണല്ലേ. മീനുവിന് നമ്മുടെ 100ൻ്റെ 2 കൂട്ടങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 100, 200, അപ്പോൾ എത്രയാണ്? 200 അല്ലേ. 10ൻ്റെ 1 കൂട്ടം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ 10 എണ്ണമായി. ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ്? 1ൻ്റെ 2 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ 2, അപ്പോൾ എത്രയാണ്? 200ഉം 10ഉം 2ഉം 212 എണ്ണമായി. ഇനി നിത്യക്ക് കിട്ടിയിട്ടുള്ളത് 100ൻ്റെ 1 കൂട്ടമാണ്, അപ്പോൾ 100ആയി. 10ൻ്റെ കിട്ടിയിട്ടുള്ള 1ൻ്റെ 1, 2, 3, 4, 5, 6 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ 100ഉം 6ഉം 106 എണ്ണം നിത്യക്കും കിട്ടി. ശരത്തിന് 100ൻ്റെ 1 എണ്ണം കിട്ടി, അപ്പോൾ 100ആയി. 10ൻ്റെ 1, 2, 3 എണ്ണം കിട്ടി, അപ്പോൾ എത്രയായി? 10, 20, 30 എണ്ണമായി. ഇനി ഇവിടെ ഓരോന്നിൻ്റെയും 2 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കൂട്ടി നോക്കാം. 100ഉം 30ഉം 130, 130, 2, 132 എണ്ണം. ഇനി ആമിനക്ക് 100ൻ്റെ കിട്ടിയില്ല, 10ൻ്റെ 1 കൂട്ടം കിട്ടി, അപ്പോൾ 10 എണ്ണമായി. 1ൻ്റെ 1, 2, 3, 4, 5 എണ്ണവും കിട്ടി, അപ്പോൾ എത്രയായി? 15 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. സബീനക്ക് കിട്ടിയിട്ടുള്ളത് 100ൻ്റെ 3 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ എത്രയായി? 300ആയി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കിട്ടിയത് നമ്മൾ എണ്ണിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ എഴുതി കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ മീനുവിന് കിട്ടിയത് 212, നിത്യക്ക് കിട്ടിയത് 106, ശരത്തിന് കിട്ടിയത് 132, ആമിനക്ക് കിട്ടിയത് 15, സെബീനക്ക് കിട്ടിയത് 300. ഇനി താഴെയുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളത് കൂടുതൽ കിട്ടിയത് ആർക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ആർക്കായിരുന്നു? സെബീനക്കായിരുന്നു 300 എണ്ണം അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്കെന്ന് ചോദിച്ചാൽ സെബീന എന്ന് എഴുതി കൊടുക്കുക. സെബീന എത്ര? 300. ഇനി കുറച്ച് കിട്ടിയത് ആർക്കായിരുന്നു? കുറച്ച് കിട്ടിയത് നമ്മുടെ ആമിനക്കായിരുന്നു അല്ലേ. വെറും 15 എണ്ണമാണ് കിട്ടിയത്, അപ്പോൾ കുറവ് കിട്ടിയത് ആമിന. എത്ര എണ്ണമാണ്? 15. ഇനി കക്കയുടെ എണ്ണം ക്രമീകരിച്ച് എഴുതാം. എന്ത് ചെയ്യാം? നമുക്ക് ഒന്നുകിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാം, അല്ലെങ്കിൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതാം. നമുക്ക് വലുതിൽ നിന്നും എഴുതാം. ഏറ്റവും വലുതെന്ന് പറയുന്നത് 300. അതിന് തൊട്ട് വരുന്നത് എത്രയാണ്? 212. പിന്നെ വരുന്നത് 106. പിന്നെ വരുന്നത് 132 ആണ്. 132, 106, അവസാനം 15. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നമുക്ക് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാം, അല്ലെങ്കിൽ ചെറുതിൽ നിന്നും വലുതിലേക്കും എഴുതി കൊടുക്കാം. അടുത്ത പ്രവർത്തനം നോക്കൂ, കളിയും കാര്യവും എന്നുള്ളതാണ്. കൂട്ടുകാർ ചാടിയ കളങ്ങൾക്ക് നിറം നൽകൂ. മീന് ചാടിയത് 2, 4, 6 എന്ന ക്രമത്തിലാണ്. ഇനി സെബീന ചാടിയത് 5, 10, 15 എന്ന ക്രമത്തിലാണ്. അതിന് പച്ച കൊടുക്കുക. ശരത്ത് ചാടിയത് 10, 20, 30 എന്ന ക്രമത്തിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്ന് എഴുതി കൊടുക്കണം അല്ലേ, കംപ്ലീറ്റ് ആയിട്ട് എഴുതി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് നിറം കൊടുക്കാൻ. അപ്പോൾ എഴുതി കൊടുക്കാം. ഇവിടെ 1, 11, ഇതെന്ത് ചെയ്യുക? അത് ഫുള്ള് നിങ്ങൾ 100 വരെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? 31, 41 കഴിഞ്ഞാൽ 51, 61, 71, 81, 91, 42 കഴിഞ്ഞാൽ 52, 62, 72, 82, 92, 43 കഴിഞ്ഞാൽ 53, 63, 73, 83, 93. അങ്ങനെ നിങ്ങൾ 100 വരെ എഴുതാം. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് മീന് ചാടിയിട്ടുള്ളത് ഏതാണ്? ചുവപ്പ് നിറത്തിൽ കൊടുക്കേണ്ടത് 2, 4, 6 എന്ന ക്രമത്തിലാണ്. അപ്പോൾ ഇതിന് ചുവപ്പ് ഇങ്ങനെ കൊടുത്തു പോവുക. 6, 8, 10, 12, 14, 16, 18, 20 അങ്ങനെ കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ സെബീന ചാടിയത് 5, 10 എന്നുള്ളതാണ്. അപ്പോൾ പച്ച കൊടുക്കേണ്ടത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? 5ൽ കൊടുക്കുക, പിന്നെ 10ൽ കൊടുക്കുക, പിന്നെ 15ൽ കൊടുക്കുക, പിന്നെ 20ൽ കൊടുക്കുക, പിന്നെ 25ൽ കൊടുക്കുക, 30ൽ കൊടുക്കുക, അങ്ങനെ കൊടുത്തു പോവുക. ഇനി ശരത്ത് ചാടിയത് 10, 15 എന്നുള്ളതിലാണ്. അപ്പോൾ ആദ്യം 10ന് പോയിട്ട് മഞ്ഞ കൊടുക്കുക, 20ന് പോയിട്ട് മഞ്ഞ കൊടുക്കുക, എങ്ങനെ കൊടുത്തു പോവുക. ഏതൊക്കെ കളങ്ങളിലാണ് 3 നിറം നൽകേണ്ടി വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാടുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഏതിലൊക്കെയാണ് 3 നിറം വന്നിട്ടുള്ളത്. 10ൽ വന്നു അല്ലേ. അപ്പോൾ 10ൽ വന്നു, അതുപോലെ തന്നെ 20ൽ വന്നു, 30ൽ വരും, 40ൽ വരും, 50ൽ വരും, അങ്ങനെയുള്ളതിലൊക്കെ 3 നിറവും വരും. ഇനി ഏറ്റവും കുറച്ച് ചാട്ടത്തിലൂടെ 100ലെത്തിയത്
ആരാണ്? ഇവിടെ 10, 20, 30 വെച്ച് ചാടുന്ന ആരാണ്? ശരത്താണ്. അപ്പോൾ ശരത്താണ് ഏറ്റവും വേഗം എത്തുക. കാരണം ശരത്തിന് 10 കഴിഞ്ഞാൽ പിന്നെ നേരെ 20ലേക്ക് ചാടാമല്ലോ. ഇനി ഏതൊക്കെ കളങ്ങളിലൂടെ? അപ്പോൾ ഏതിലൊക്കെയാണ് ചാടുക? ശരത്ത് ചാടുന്നത് 10, 20, 30, 40, 50, 60, 70, 80, 90, 100 അങ്ങനെയാണ് ചാടിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നിറം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് തൈകൾ വാങ്ങാം എന്നുള്ളതാണ്. ഇവിടെ വില പട്ടിക കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചാണ് തൈ വാങ്ങുന്നത്. അപ്പോൾ റോസക്ക് 45, പിച്ചിക്ക് 30, ഡാലിയ 15, മുല്ല 18. അതുപോലെ തന്നെ ലക്ഷ്മി തരു 40, വേപ്പ് 20, മാവ് 50, തെങ്ങ് 95. ഇനി ഇവിടെ മീൻ വാങ്ങിച്ചിട്ടുള്ളത് ഏതാണ്? മുല്ല വാങ്ങിച്ചു. മുല്ലക്ക് എത്രയായിരുന്നു? 18 രൂപയായിരുന്നു. റോസ വാങ്ങിച്ചു. റോസക്ക് 45 രൂപ. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കൂ കൂട്ടുകാരെ, എത്രയാണ് കിട്ടുന്നത്? 18ഉം 45ഉം കൂടെ കൂട്ടി നോക്കുക. എത്ര കിട്ടും? 18ഉം 45ഉം 63 എന്ന് കിട്ടും. ഇനി അടുത്തത് സെബീന വാങ്ങിച്ചത് പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ശരത്ത് വാങ്ങിച്ചതും ഏതൊക്കെ സാധനങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം. ഇവിടെ എന്താ എഴുതാം? ഇവിടെ പിച്ചി അല്ലേ, പിച്ചി വാങ്ങിച്ചു എന്ന് വിചാരിക്കുക, 30 രൂപ. അതുപോലെ തന്നെ തെങ്ങ് വാങ്ങിച്ചു, തെങ്ങ് വാങ്ങിച്ചത് 95 രൂപ. മുല്ല വാങ്ങിച്ചു, മുല്ലക്ക് 18 രൂപ. അപ്പോൾ ഇതെല്ലാം കൂടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ കൂട്ടി നോക്കണം. അപ്പോൾ എത്ര വരും? 30ഉം 95ഉം 30 + 95 + 18 എത്ര രൂപയാണ്? 143 രൂപ എന്ന് വരും. സെബീനയും ഇതേപോലെ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. വേപ്പ് വാങ്ങിച്ചു 20 രൂപ. ഒരു മാവ് വാങ്ങിച്ചു 50 രൂപ. അപ്പോൾ ടോട്ടൽ 70 രൂപ. മീനു കടയിൽ നൽകിയ തുക എത്ര രൂപയായിരിക്കും? 63 രൂപയാണ് കൊടുത്തിട്ടുണ്ടാവുക. ഇനി നിത്യ തെങ്ങും റോസയുമാണ് വാങ്ങിയത്. അവൾ 200 രൂപ നൽകിയെങ്കിൽ ബാക്കി എത്ര രൂപ തിരിച്ചു കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിത്യ തെങ്ങ് വാങ്ങിച്ചു അല്ലേ. തെങ്ങിന് എത്ര രൂപയാണ്? തെങ്ങിന് 95 രൂപയാണ്. റോസക്ക് 45 രൂപയാണ്. അപ്പോൾ ഇത് രണ്ടും വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയായി എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണം? 95ഉം അതുപോലെ 45ഉം കൂടെ നമ്മൾ കൂട്ടി നോക്കുക. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടും? 140. അപ്പോൾ 200 രൂപയിൽ നിന്ന് എന്ത് ചെയ്യണം? 200ൽ നിന്നും 140 കുറക്കണം, 60 രൂപ ബാക്കി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കൂട്ടങ്ങളാക്കാം എന്നുള്ളതാണ്. കാട്ടിൽ നിന്ന് കുഞ്ഞന് അത്തിപ്പഴവും ഞാവൽപ്പഴവും വാഴപ്പഴവും കിട്ടി. അവൻ അത് കൂട്ടങ്ങളാക്കി വെച്ചു. ഓരോ പഴവും എത്ര എണ്ണം വീതം എന്ന് കണ്ടെത്തുക. അപ്പോൾ അത്തിപ്പഴം ചെയ്തത് അവൻ എന്താണ്? ഒരു കൂട്ടത്തിൽ 5 എണ്ണമാണ് ഉണ്ടായിരുന്നത്, 2 കൂട്ടമാക്കി വെച്ചു. അപ്പോൾ എത്രയാണ്? 5 × 2 10. ഇനി ഞാവൽപ്പഴം ഒരു കൂട്ടത്തിൽ 6 എണ്ണമായിരുന്നു, 10 കൂട്ടമാണ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 6 × 10 എത്രയാണ്? 60. ഇനി വാഴപ്പഴം ഒരെണ്ണത്തിൽ 4 എണ്ണമാണ്, 5 കൂട്ടമാക്കി വെച്ചു. സോ 5 × 4 എത്രയാണ്? 20. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ കിട്ടിയ പഴം ഏതാണ്? ഞാവൽപ്പഴമാണല്ലേ. അപ്പോൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് ഞാവൽപ്പഴം. എത്രയാണ്? 60 കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി കുഞ്ഞൻ ഒരു അത്തിപ്പഴം 2 രൂപ വെച്ച് വിറ്റു. ഓക്കെ, അത്തിപ്പഴം 2 രൂപക്കാണ് വിറ്റത്. കുഞ്ഞന് ആകെ എത്ര രൂപ കിട്ടി? 10 അത്തിപ്പഴമായിരുന്നു ഉണ്ടായിരുന്നത്. 10 × 2 20 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, 20 രൂപ കിട്ടും. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ക്ലാസ് ലൈബ്രറിയിലേക്ക് നൽകാൻ നന്ദുവും ആയിഷവും വാങ്ങിയ പുസ്തകങ്ങളും അവയുടെ വിലയുമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നന്ദു വാങ്ങിച്ചത് മഞ്ചാടിക്കുന്ന് 46 രൂപക്ക്, ചിത്രശലഭം 48 രൂപക്ക്. അതുപോലെ തന്നെ ആയിഷ വാങ്ങിയത് 26 രൂപക്ക് പാണ്ഡനും കൂട്ടുകാരും, 52 രൂപക്ക് മാനത്ത് നോക്കുമ്പോൾ. ഓക്കെ, ചക്കരമാവ് അവിടെ പൈസ എത്രയാണെന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ നന്ദു വാങ്ങിയ പുസ്തകങ്ങളുടെ ആകെ വിലയാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 46ഉം 38ഉം കൂടെ നമ്മൾ കൂട്ടി നോക്കുക. 46ഉം 38ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 84. അപ്പോൾ 84 രൂപക്കാണ് നന്ദു വാങ്ങിച്ചിട്ടുള്ളത്. ആയിഷ ആകെ 98 രൂപയുടെ പുസ്തകങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. എങ്കിൽ ചക്രമാവ് പുസ്തകത്തിൻ്റെ വില എത്രയാകും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പാണ്ഡനും കൂട്ടുകാരും മാനത്ത് നോക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ആദ്യം കൂട്ടി നോക്കണം. അപ്പോൾ 26ഉം
അതുപോലെ തന്നെ 52 കൂടെ കൂട്ടി നോക്കൂ, എത്ര കിട്ടും? 78 എന്നുള്ളത് കിട്ടും അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ 98 നിന്ന് 78 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണെന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 98 നിന്ന് നമ്മുടെ 78 മൈനസ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഉത്തരം 20 രൂപ. അപ്പോൾ ചക്കര മാവിൻ്റെ പൈസ എത്രയാണ്? 20 രൂപയാണ്. നന്ദുവും ആയിഷയും കൂടി ആകെ എത്ര രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങി? അപ്പോൾ ഒന്ന് 84 രൂപയും മറ്റൊന്ന് 98 രൂപയുമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 84ഉം 98ഉം കൂടെ നമ്മൾ കൂട്ടി നോക്കണം. 84 + 98 എന്ന് പറയുന്നത് 182 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.